നമ്മളൊരു പുതിയ വാഹനം വാങ്ങുന്ന സമയത്ത് 28% ആണ് ആ വാഹനത്തിൻ്റെ ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു GST നമ്പർ വെച്ച് ആ വാഹനം വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ 28% ടാക്സ് നമുക്ക് സേവ് ചെയ്തൂടെ? നമ്മളാ ടാക്സിൽ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്തൂടെ? ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പ്രകാരം ഇൻപുട്ട് ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ വരുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസ്, ഇത്തരം കാര്യങ്ങളെല്ലാം ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ വരുന്നതാണ്. ഇൻ കേസ് ഒരാൾ ഈ ഒരു GST നമ്മുടെ പലപ്പോഴും ഷോപ്പിൽ നിന്ന് ആളുകൾ പറയും നിങ്ങൾക്ക് GST ഉണ്ടെങ്കിൽ GST വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാമെന്ന്. പക്ഷേ ഒരിക്കലും ഇത് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഇൻപുട്ടാണ്. അത് ഇൻ കേസ് ഒരാൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർഷം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് GSTയുടെ നോട്ടീസോ കാര്യങ്ങളോ വരിക. അങ്ങനെ ആ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അടക്കാതെ തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടി വരും. നമുക്കറിയാം 18% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ നോർമലി നോട്ടീസ് വരുന്നത് 3-4-5 വർഷം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ നോട്ടീസ് വരികയാണെങ്കിൽ ഒരു 10 ലക്ഷത്തിൻ്റെ കാറാണ് വാങ്ങിയതെങ്കിൽ 28% എന്ന് പറയുന്നത് 2,80,000. 5 വർഷം കഴിഞ്ഞിട്ടാണ് നോട്ടീസ് വരുന്നതെങ്കിൽ ആ ഒരു എമൗണ്ട് കൂടി കൂടുതലായിട്ട് അടക്കാം. അപ്പോൾ 5,60,000 നമ്മൾ ടാക്സ് തിരിച്ചായിട്ട് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരിക്കലും വാഹനം, അതുപോലെ തന്നെ വാഹനം സംബന്ധമായ ഇൻഷുറൻസ്, മറ്റു കാര്യങ്ങൾ ഇതിനൊന്നും ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. എന്നാൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ചില കേസുകളുണ്ട്. ആ ഒരു വാഹനം വാങ്ങുന്നത് റീസെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നമുക്കതിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. വാഹനം റെൻറ്റിന് കൊടുക്കാൻ, അതല്ലെങ്കിൽ ആ ഒരു പർപ്പസിന്, ബിസിനസ് പർപ്പസിന് വേണ്ടി, അതായത് റെൻ്റൽ വെഹിക്കിൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. 13 അതിൽ കൂടുതലോ സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വാഹനമാണെങ്കിൽ അവിടെയും നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അത് കൊമേഴ്ഷ്യൽ വെഹിക്കിളിന് വരുന്ന ടാക്സ് നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എന്ന് പറയുന്നത് ലോറി, അതുപോലെ പിക്കപ്പ്, ഇത്തരം വാഹനങ്ങൾക്ക് കൊടുക്കുന്ന ടാക്സ്, അതിന് നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അതല്ലാതെ നമ്മൾ വാങ്ങുന്ന കാറ്, ആഡംബര മറ്റു കാര്യങ്ങൾ, ഇതിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. അത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ വരുന്ന കാര്യങ്ങളാണ്.